സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള കാരണം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? എല്ലാ ഉസ്താദുമാരും വഅദ് പറയും, നമ്മളൊക്കെ ധാരാളം വഅദ് കേൾക്കുന്നവരാണ്. മൊബൈൽ ഫോണിലൂടെ എത്ര വഅദുകൾ കേൾക്കുന്നുണ്ട്, നന്നാകുന്നില്ല. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികൾക്ക് വിധേയമായി പോവുക എന്നുള്ളതാണ്. അവന്റെ വിലക്കുകൾ എന്തെല്ലാം ഇവിടെയുണ്ടോ, ഇവിടെ എന്തെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് വർജിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ, അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തലാണ്. ഇത് ചെറിയ സംഗതിയൊന്നുമല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതുപോലെ കേൾക്ക, അള്ളാഹു നിഷേധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സിമ്പിളാണ് കേൾക്കുമ്പോ, അത് വെറും സിമ്പിളാണ്. പക്ഷേ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുമ്പോ അതിന് വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്, അതിന് വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, തഖ്വ എന്ന് പറഞ്ഞാൽ ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്കാണ് അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ വഴി. എന്താണ് ഈ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുന്നത് കാണാം, അതേ രഹസ്യമായ ജീവിതത്തിൽ ഗോപ്യമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ സമയത്തിൽ അല്ലാഹുവിന് വിരുദ്ധമായി വല്ലതും എന്റെ ഭാഗത്തിൽ നിന്ന് വരുന്നുണ്ടോ, വല്ലതും അല്ലാഹു വർജിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ എന്റെ ഭാഗത്തിൽ നിന്ന് സംഭവിക്കാതെ അല്ലാഹുവിന്റെ ഓർമ്മയിലായി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ കൂടിക്കഴിയലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ.